നമസ്കാരം കേട്ടോ, ജയനാണ്. അപ്പോൾ ഇത് ടാറ്റയിൽ നിന്ന് അടുത്ത ഒരു അവതാരം കൂടി വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ടാറ്റയുടെ ആൾട്രോസിന്റെ പുതിയ എഡിഷനാണ് വന്നിരിക്കുന്നത്. റേസർ എഡിഷൻ എന്ന് പറഞ്ഞു. കുറേ കാലമായിട്ട് അതിന്റെ സ്പൈ വീഡിയോസും ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവർ അതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാഹനം ജൂൺ 7-ാം തീയതി, അതായത് 4 ദിവസം കൂടി ഉള്ളൂ, ലോഞ്ച് ആവുന്നുണ്ട്. വളരെ മികവുറ്റ ഒരു ഡിസൈനുകളും അതുപോലെ തന്നെ കളറുകളും ഒക്കെ ആയിട്ടാണ് ഇത്തവണ ടാറ്റ വീണ്ടും വരുന്നത്. നെക്സണിൽ നമ്മൾ കണ്ടിരുന്നു പർപ്പിൾ കളർ, അങ്ങനെ കുറേ കളറുകൾ. അതുപോലെ തന്നെ ഇന്റീരിയറിലാണെങ്കിൽ കുറേ ലൈറ്റിങ്ങിന്റെ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടിരുന്നു. ഇതിപ്പോൾ നമ്മൾ നെക്സണിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന 1.2 ലിറ്ററിന്റെ പെട്രോൾ ടർബോ ചാർജ് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനുമായിട്ടാണ് ഈ അൾട്രോസിന്റെ പുതിയ വേരിയന്റ് വരുന്നത്, അതായത് റേസിംഗ് എഡിഷൻ വരുന്നത്. വോയിസ് അസിസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ആയിട്ടുള്ള സൺറൂഫ്, അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സുകൾ വരുന്നത്, ലെതറൈറ്റ് ആയിട്ടുള്ള വെന്റിലേറ്റഡ് ഡ്രൈവർ കം കോ ഡ്രൈവർ സീറ്റുകൾ, അതുപോലെ വയർലെസ് ചാർജിങ്, വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കണക്ടിവിറ്റി, അതുപോലെ എയർ പ്യൂരിഫയർ, 10.5 ഇഞ്ച് ടച്ച് സ്ക്രീനുകൾ, 6 എയർ ബാഗ്, അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ്. ടാറ്റയുടെ എല്ലാ വാഹനം തന്നെ 5 സ്റ്റാർ ഗ്ലോബൽ എൻക്യാപ് റേറ്റിംഗ് ഉള്ളതാണ്. അതുപോലെ തന്നെ ബേസ് വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് 3 വേരിയന്റ് ആണ് വരുന്നത്, R1, R2, R3. ബേസ് വേരിയന്റിൽ 7 ഇഞ്ചിന്റെ THD ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നു. അതുപോലെ തന്നെ ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് 10.5 ഇഞ്ചിന്റെ ഡിജിറ്റൽ ക്ലസ്റ്ററുകൾ വരുന്നു. അതുപോലെ തന്നെ ലെതറൈറ്റ് സീറ്റുകൾ, റെഡും വൈറ്റും സ്ട്രൈപ്പോട് കൂടിയുള്ള റേസിംഗ് എഡിഷനിൽ വരുന്ന റേസർ ബാഡ്ജിങ്ങോട് കൂടിയ സീറ്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 16 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ്, റെയർ AC വെന്റുകൾ, റേസർ ബാഡ്ജിങ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇത്തവണ പുതിയ അൾട്രോസിന്റെ റേസർ എഡിഷൻ വരുന്നത്. എയറോഡൈനാമിക്കലി ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറൽ ഡിസൈൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് അവർ പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡിസൈൻ എന്നാണ് കേട്ടോ. അതായത് അവർ തന്നെ പറയുന്നത് നൈഫ് ഓൺ എ ബട്ടർ പീസ് എന്നാണ് പറയുന്നത്. അതായത് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് വെച്ചിട്ട് ബട്ടറിനെ എങ്ങനെ കട്ട് ചെയ്യുന്നു, സ്ലൈസ് ചെയ്യുന്നു, അതിപ്പോൾ അത്രയ്ക്ക് സ്മൂത്തായിട്ട് കടന്നു പോകുന്ന പോലെ വാഹനം അത്ര സ്മൂത്തായിട്ട് പോകുന്ന രീതിയിലുള്ള എയറോഡൈനാമിക് ഡിസൈൻ ആണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറായിട്ടുള്ള റേസിംഗ് സ്ട്രൈപ്സ് ബോണറ്റിൽ നിന്ന് തുടങ്ങി ബാക്കിലേക്ക് റൂഫിലൂടെ കടന്നു പോകുന്ന സ്ട്രൈപ്സ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് തൊട്ട് സാധാരണ ബ്ലാക്ക് റൂഫ് വരുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്യുവൽ ടോൺ എന്ന് പറയുമ്പോൾ റൂഫ് മാത്രമാണ് ബ്ലാക്ക് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ടിലെ ആ ഒരു ബോണറ്റിൻ്റെ ടോപ്പ് തൊട്ട്, അല്ലെങ്കിൽ ആ ഗ്രില്ലിൻ്റെ ഒരു പോർഷൻ തൊട്ട് റൂഫ് കവർ ചെയ്ത് ബാക്കിലേക്ക് റെയറിലേക്ക് വരെ ആ ഒരു ബ്ലാക്ക് കളറായിട്ട് പോകുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു റൂഫിൻ്റെ അല്ലെങ്കിൽ ഒരു ഡുവൽ ടോണിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. 3 കളറുകൾ വേരിയന്റുകളാണ് വരുന്നത്. 3ലും ഒരേ രീതിയിലാണ് ഈ ബ്ലാക്ക് കളർ വന്നിരിക്കുന്ന റൂഫ് വന്നിരിക്കുന്നത് കേട്ടോ. അറ്റോമിക് ഓറഞ്ച്, അവന്യൂ വൈറ്റ്, പ്യുവർ ഗ്രേ, ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് വരുന്നത്. 3ലും ഡ്യുവൽ ടോൺ ആയിട്ടാണ് വരുന്നത്. 3 വേരിയന്റുകളും വരുന്നുണ്ട്. അതുപോലെ R1, R2, R3 എന്ന് പറയുന്ന 3 വേരിയന്റുകൾ വരുന്നുണ്ട്. ബേസ് ആയിട്ട് വരുന്ന വേരിയന്റിലും തന്നെ എല്ലാ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സുകളും തന്നെ വരുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ട് കണക്ട് ഫീച്ചേഴ്സ് ഒക്കെയാണ് ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് വരുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇനി. ബേസ് വേരിയന്റ് ആയ R1ലേക്ക് വരുമ്പോഴത്തേക്കും 16 ഇഞ്ച് അലോയ് വീൽസ്, അതുപോലെ തന്നെ 6 എയർ ബാഗുകൾ, ലെതറൈറ്റ് ആയിട്ടുള്ള സീറ്റുകൾ, 10.4 ഇഞ്ച് ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഹർമന്റെ ആണ് കേട്ടോ വരുന്നത്. അതായത് നമ്മൾ നെക്സണിൽ കണ്ട അതേ സിസ്റ്റം. അതുപോലെ സ്മാർട്ട് കീ പ്ലസ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. LED DRL വരുന്നുണ്ട്. പ്രൊജക്ടഡ് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ റെയർ വൈപ്പറും വാഷറും ഡീഫോഗറും വരുന്നുണ്ട്. 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. 4 സ്പീക്കറും 4 T2 ആയിട്ടുള്ള. അതുപോലെ തന്നെ ഫുൾ ഓട്ടോ ആയിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഫോഗ്രാംസുകൾ വരുന്നുണ്ട്. റെയറിൽ ഡീഫോഗറും ഞാൻ പറഞ്ഞു ഓൾറെഡി. അതുപോലെ തന്നെ 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഓട്ടോ ഫോൾഡ് ആയിട്ടുള്ള ORVM ആണ് വരുന്നത്. അതുപോലെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ്, റെയർ AC വെന്റുകൾ, ഓട്ടോ ഹെഡ് ലാംപ്സ്, റെയിൻ സെൻസിങ് വൈപ്പർ, അതുപോലെ തന്നെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഫ്രണ്ടിലെ സ്ലൈഡിംഗ് ആംബ്രസ്റ്റ്, അതുപോലെ തന്നെ സ്പോർട്ടി ആയിട്ടുള്ള എക്സോസ് നോട്ട് തന്നെ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നൊരു എക്സോസ് ഒന്നും മാറി വെച്ച് ആ റേസിംഗ് എഡിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ഇതൊന്നും മാറ്റേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലും അതുപോലെ ഗിയർ നോബും വരുന്നുണ്ട്. അതുപോലെ തന്നെ 7 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും 10.7 ഇഞ്ച് ആവും. അതുപോലെ തന്നെ ആംബിയന്റ് ലൈറ്റിംഗ് വരുന്നുണ്ട് ഡാഷ്ബോർഡിലേക്ക്. ഇത്രയുമൊക്കെയാണ് കേട്ടോ ബേസ് വേരിയന്റ് ആയ R1ൽ വരുന്നത്, R1 വേരിയന്റ്. അപ്പോൾ R2 വേരിയന്റിലേക്ക് ഇത് കൂടാതെ വരുമ്പോഴത്തേക്കുള്ള കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങൾ എന്നാ നോക്കാം കേട്ടോ. അതായത് വോയിസ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. 10.4 ഇഞ്ചിന്റെ TFT ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. അതായത് 10.4 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റും 10.4 ഇഞ്ചിന്റെ ഡിജിറ്റൽ ക്ലസ്റ്ററും ഇതിൽ വരുന്നു. അതുപോലെ തന്നെ 360 ഡിഗ്രി ആയിട്ടുള്ള സറൗണ്ട് വ്യൂ സിസ്റ്റം വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ആയിട്ടുള്ള ബ്ലൈൻഡ് വ്യൂ ക്യാമറ അല്ലെങ്കിൽ മോട്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്രസ് കൂൾ, അതായത് ഓട്ടോ അല്ല AC ഒരു എക്സ്പ്രസ് കൂൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ AC വരുന്നുണ്ട്. ഇത്രയുമാണ് കേട്ടോ R2 വേരിയന്റിലേക്ക് വരുമ്പോൾ വരുന്നത്. നമുക്ക് സീറ്റുകൾ കാണാൻ പറ്റും. ആ ഒരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ആ ഒരു റേസിംഗ് സ്ട്രൈപ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. R3 വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് കണക്റ്റഡ് കാർ ടെക്നോളജിയും ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റും അതുപോലെ എയർ പ്യൂരിഫയറും ഒക്കെയാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്.